ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 17-ാം തീയതി 322-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് അന്താരാഷ്ട്ര വിദ്യാർത്ഥി ദിനം കൂടിയാണ്. 1-ാം സ്ഥാനത്ത് എത്തിച്ചേരുന്നതിനുള്ള ഓട്ട പന്തയമാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം പൊതുവെ. യേശു പറഞ്ഞു, ഏറ്റവും ഒടുവിൽ വരുന്നവൻ അനുഗ്രഹീതനാണ്. വാസ്തവത്തിൽ ഒന്നാമനാവുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒടുവിലെത്തുന്നവൻ അനുഗ്രഹീതനാവാനുള്ള കാരണം എന്താണ്? മുമ്പന്മാരിൽ പലരും പിമ്പന്മാരാവുന്നു, പിമ്പന്മാരിൽ പലരും മുമ്പന്മാരായി മാറുമെന്നുള്ള യേശുവിൻ്റെ വളരെ സുപരിചിതമായ വചനം തന്നെയാണ് ഉദ്ദേശിച്ചതും ഓർമ്മപ്പെടുത്തിയതും. 3 വിദ്യാർത്ഥികൾ അവരുടെ അവസാന പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് വിജയഗീതവും പാടി യാത്ര ചെയ്യുകയാണ്. ഒടുവിലത്തെ പരീക്ഷ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഗുരുനാഥൻ ഇടയ്ക്കിടയ്ക്ക് പഠനകാലത്ത് അവരെ ഓർമ്മപ്പെടുത്തിയിരുന്നു. വിദ്യാഭ്യാസ കാലത്തിൻ്റെ അവസാന ദിനവും ബിരുദദാന ചടങ്ങും നിർവഹിക്കപ്പെട്ടു. ഇനി ഒടുവിലത്തെ പരീക്ഷ എന്ന കാര്യം ഗുരു പറയുകയില്ലല്ലോ എന്നോർത്ത് ശിഷ്യന്മാര് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തു. അവരുടെ യാത്രാമധ്യേ അവർ അവരുടെ അവസാന പരീക്ഷയെക്കുറിച്ചും ആലോചിച്ചു കൊണ്ടിരുന്നു. ഗുരു പിന്നീടൊന്നും മിണ്ടിക്കേട്ടില്ല. നേരം വൈകുന്നേരമാവുന്നു. രാത്രിയാവും മുമ്പേ അടുത്ത ഗ്രാമത്തിലെത്തണം. ഒരു കാട്ടിലൂടെ കടന്നു പോകുന്ന വഴി വളരെയേറെ വിഷമം പിടിച്ചതുമായിരുന്നു. നേരം ഇരുട്ടി വരുന്നു. വന്യമൃഗങ്ങൾ ഇറങ്ങാനുള്ള നേരമൊക്കെയാവും. മുള്ളുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു ഇടുങ്ങിയ വഴിയിലൂടെ അവർക്ക് കടന്നു പോകേണ്ടിയിരുന്നു. ഈ 3 വിദ്യാർത്ഥികളിൽ ഒരാള് മുള്ളുകൾ ചാടിക്കടന്നു. രണ്ടാമത്തവൻ മറ്റൊരു വഴിയിലൂടെ അപ്പുറത്തെത്തി. മൂന്നാമത്തവൻ അവന്റെ ചുമടെല്ലാം ഒരിടത്ത് വെച്ച് വഴിയിലെ മുള്ളുകൾ പെറുക്കിയെടുത്ത് ദൂരെ കളയാൻ തുടങ്ങി. അവനോട് ഒപ്പമുള്ള സുഹൃത്തുക്കൾ ചോദിച്ചു, നിനക്ക് ഭ്രാന്താണോ? ഇരുട്ട് വീഴുകയാണ്, നമുക്ക് വളരെ വേഗം ഗ്രാമത്തിലെത്തണം. മുള്ളു പെറുക്കാൻ സമയമില്ല, കാടാണിത്, വേഗം വാ. മൂന്നാമൻ പറഞ്ഞു, പകലായിരുന്നെങ്കിൽ ആപത്തൊന്നുമില്ലായിരുന്നു, ഇതിലെ കടന്നു പോകുന്നവർ മുള്ളുകൾ കണ്ടേനെ. എന്നാൽ നമ്മൾ പോയി കഴിയുമ്പോഴേക്കും നല്ല ഇരുട്ട് വീഴും, പിന്നെ ആർക്കും മുള്ളുകൾ കാണാൻ കഴിയില്ല. നമ്മെ പിന്തുടർന്നു വരുന്നവരെ കുറിച്ച് ഓർക്കാതെ നാം മുന്നോട്ട് പോയാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ സാവധാനത്തിൽ വന്നുകൊള്ളാം. ഒടുവിലായി മൂന്നാമന്റെ യാത്ര. ആ ചെറിയ കാടുകൾക്കിടയിൽ ഒളിച്ചിരുന്ന ഗുരു പുറത്തേക്ക് വന്നത് അപ്പോഴായിരുന്നു. ആ വഴികളിൽ മുള്ളുകൾ വിതറിയത് അദ്ദേഹമായിരുന്നു. അതായിരുന്നത്രേ ആ വിദ്യാർത്ഥികളുടെ ഒടുവിലുള്ള പരീക്ഷ. മൂന്നാമൻ മാത്രം വിജയിച്ചു. മുമ്പേ നടന്നവർ അമ്പെ പരാജയപ്പെട്ടു. അങ്ങനെ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമായി. ജീവിതത്തിലെ മുള്ളുകൾ എടുത്തു മാറ്റാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ വിവരമുള്ളവൻ, വിദ്യാഭ്യാസമുള്ളവൻ. മറ്റുള്ളവർക്ക് വേണ്ടി വഴിയിലെ മുള്ളുകൾ എടുത്തു മാറ്റുവാൻ കഴിവുള്ളവൻ നാളെ അവർക്ക് വേണ്ടി പൂക്കളും വിതറും. അപ്പോൾ മുമ്പോട്ടുള്ള കുതിപ്പ് മാത്രമാകരുത് നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. പിന്നെ പിന്നാലെ ആരൊക്കെയോ വരുന്നുണ്ട്, അവരെ കൂടി ഒന്ന് പരിഗണിക്കാനായിട്ട് ഒരു മനസ്സുണ്ടാവണ്ടേ? പഠിച്ച് മുന്നേറുന്നതിനിടയിൽ പഠിപ്പിച്ച മാതാപിതാക്കളെ, പഠിക്കാനായിട്ട് ചില സഹനങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുത്ത സഹോദരങ്ങളെ, സഹായിച്ച ഗുരുക്കന്മാരെ, ചങ്ങാതിമാരെ, നേട്ടങ്ങളുടെ വലിയ കാലത്ത് എത്ര വേഗമാണ് മനുഷ്യൻ മറന്നു പോകുന്നത്. അനുകമ്പയും ആർദ്രതയും ഇല്ലാതെ നേടുന്ന അറിവുകളൊക്കെ നമ്മളെ എവിടെയാണ് ഒടുവിൽ എത്തിക്കുന്നത്? നമുക്കും ഈ നല്ല പുലരിയിൽ പ്രാർത്ഥനയോടുകൂടി ഒന്ന് വിചാരിക്കാം, കണ്ടെത്താം. എല്ലാ വിദ്യാർത്ഥികളെയും നമുക്ക് ആദരവോടെ ഓർക്കാം, അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. ആമേൻ.